അകത്ത് കയറി പോണെങ്കിൽ അങ്ങനത്തെ ഇതുണ്ട്. ദേ കമ്പിളിങ്ങനെ കുത്തി വെച്ച് നോക്കട്ടെ, തുറന്നു കാണിച്ചേ. പഴയ കുതിരവണ്ടിയിലൊക്കെ കയറ്റിയിട്ടാണ്. പുതിയൊരു വ്ളോഗും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്നുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ വ്ളോഗും കൂടെ കൂട്ടിമുട്ടിയപ്പോ കിട്ടിയ വീഡിയോ വെച്ചിട്ടാട്ടോ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇത് നമ്മൾ മോൺതറിയിലാണ് സ്ഥലം. മോൺതറിയില് നമ്മൾ കുതിരവാല് പോലത്തെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയതിന്റെ കഥയാണ് ഈ വ്ളോഗിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഷോർട്ട് ആൻഡ് ക്യൂട്ട് വ്ളോഗാണ്, എല്ലാവരും കണ്ടോട്ടോ. ഈ വാട്ടർഫാളിന്റെ പേരെന്താണെന്നറിയാമോ? കൊയാദെ കബായോ എന്നാണ് ഇതിന്റെ പേര്. ഇത് നമ്മുടെ വില്ല ദി സാന്തിയാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മോൺതറിയിൽ നിന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് മാറിയിട്ട്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. നമുക്കിപ്പോൾ കാണാം കേട്ടോ, വഴിയോര കച്ചവടക്കാരൊക്കെ കാണാം. അപ്പോൾ USA സാന്തിയാഗോ ഉള്ള പോലെ മെക്സിക്കോയിൽ സാന്തിയാഗോ ഉണ്ട്. പക്ഷേ USA പോലെ അങ്ങനത്തെ പോഷായിട്ടുള്ള സാന്തിയാഗോ അല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ വഴിയോര കച്ചവടക്കാരൊക്കെ കണ്ടോ, മദ്യമൊക്കെ ഉണ്ട് സൈഡിൽ. പിന്നെ ടൂറിസ്റ്റുകളെ പറ്റിക്കാനുള്ള തൊപ്പികൾ, ഡ്രസ്സുകൾ, അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ ലൈക്ക് ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഫുഡ്, സ്നാക്സ്, എങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ ഒക്കെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു വൈബില്ലേ, അതാണ് എക്സാക്റ്റ് അതേ സ്ഥലത്ത് വന്നപ്പോൾ. ഇതൊന്നും എനിക്ക് മെക്സിക്കോ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. മെക്സിക്കോയുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മെക്സിക്കോ എന്ന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഒത്തിരി ലൈക്ക് ഒരു ഹില്ലി ഏരിയ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, വാട്ടർഫാൾ അല്ലേ, അപ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇരിക്കുള്ളൂ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പോയിട്ട് ടിക്കറ്റ് എടുക്കണം. സോ ഇത് ടിക്കറ്റിന് മുന്നേ ഉള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ കാണുന്ന കെട്ടിടത്തിലാണ് ടിക്കറ്റിൻ്റെ റേറ്റും ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ള കാരണം അത്ര എക്സൈറ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെ, അവിടെ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നടന്ന് ടിക്കറ്റ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ ഈ വ്ളോഗ് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത് ബോബിനാണ്. ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാനൊരു ലൈവ് അങ്ങോട്ട് യൂട്യൂബിൽ പരീക്ഷിക്കാൻ വന്നിട്ടുണ്ട്. ലൈവ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഫോണുണ്ട്. അപ്പം ഞാൻ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ലൈവ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുള്ള കാരണം ഫുൾ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇവരത് ടിക്കറ്റ് എടുക്കാനായിട്ട് വിടാം. പിന്നെ ഇവിടെ ഏതിന് സ്പാനിഷ് ഉണ്ടെന്ന് അറിയാലോ. എൻ്റെ അടുത്ത് പാടെ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടുള്ള മുറി സ്പാനിഷിലാണ്. എനിക്ക് വലിയ വിവരമില്ല സ്പാനിഷിൽ. അത് കാരണം ചേട്ടന്മാരെ രണ്ടുപേരും അങ്ങോട്ട് സ്പാനിഷ് അറിയാവുന്നവരെ നമ്മൾ പറഞ്ഞു വിട്ടു. പിന്നെ ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കൊള്ളാം എന്ന് തോന്നുന്നു. ഇതേ ഫുഡിൻ്റെ ലിസ്റ്റുകൾ കണ്ടോ, പീന കൊളാഡ, ലൈക്ക് ഇതൊക്കെ ഡ്രിങ്ക്സ് ആണ്. പിന്നെ നിങ്ങൾക്കൊക്കെ സ്പാനിഷ് ഒക്കെ പഠിക്കണമെങ്കിൽ ബിenvenidos എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നൊക്കെയാണ് കേട്ടോ. നമ്മുടെ എല്ലായിടത്തും വെൽക്കം ബോർഡ് വെച്ചേക്കുന്നതാണ്. അവരുടെ റെസ്റ്റോറൻറ്റിലെ ഐറ്റംസ് അവർ എഴുതി വെച്ചേക്കുന്നതാണ് ഈ നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ചേട്ടന്മാർ പോവുക. വിശന്ന് പൊരിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ നിങ്ങൾ ഇറങ്ങിയത്. അത് കാരണം ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. പക്ഷെ ഇവിടെ എന്താ നല്ലതെന്ന് അറിയില്ല. അപ്പോൾ ഫുഡ് നമ്മൾ ഇതിന് ഇടയ്ക്ക് ഇവിടെ നോക്കി നടക്കണ്ടേ. അപ്പോൾ ഈ ഒരു കടയിലെത്തി. ചുറോസ് ഉണ്ട്, പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഇതുപോലെ കമ്പിളിങ്ങനെ കുത്തി വെച്ച് ഇങ്ങനെ നമുക്ക് തരും. നല്ല രസമൊക്കെ കാണാനായിട്ട്. ഇതിവിടെ മിക്ക സ്ഥലത്ത് പോയാലും കാണാൻ പറ്റും. ചുറോസ് ആണ് കേട്ടോ അപ്പുറം ഇരിക്കുന്നത്. അതിനൊക്കെ പഞ്ചസാരയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ തരുന്നതാണ്. സോ ഷുഗർ കൺസപ്ഷൻ ഞങ്ങൾ നോക്കിയപ്പോൾ ചുറോസിനേക്കാളും നല്ലത് ഇതാണെന്ന് വിചാരിച്ചത് ഇങ്ങോട്ട് വാങ്ങിച്ചു. ഞാൻ എൻ്റെ ലൈവിൽ അവിടെ ബിസി ആയിരുന്നു. നമ്മളൊരു വീക്ക് ഡേയിലായിരുന്നു പോയത്. പക്ഷെ സ്റ്റിൽ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇനി ഓക്കെ, ഇത് മറ്റേ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇവിടെയും കുറെ മരം, കാട്, കുന്ന്, അങ്ങനത്തെ ഒക്കെ ഇതിന്റെ വൈബ്. നമ്മുടെ നാട്ടിലൊരു കാട്. വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് നമ്മള് ഫുഡ് കഴിച്ചോണ്ട് പോവാ. അപ്പൊ ഡോനറ്റ് വാങ്ങിച്ചിട്ടുണ്ടാകും. ഞാൻ ഡോനറ്റ് വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ്. വിശക്കുന്നുണ്ടായിരുന്നു. നാട്ടിലെ ക്രീം ബൺ ക്രീം നോക്കട്ടെ, തുറന്നു കാണിച്ചേ. നിന്റെ ക്രീം റിച്ച്നെസ്, ബട്ടർ ആൻഡ് ക്രീം. ഹലോ, ഡോണറ്റ് അല്ല, അതിന്റെ ഇച്ചിരി തന്നെ ടേസ്റ്റ്. എന്തുവാണിത്?
കണ്ടോ നമ്മളിതേ പോണീനൊക്കെ കണ്ടില്ലേ, ഇതുപോലെ പോണിയുടെ മേത്ത് കയറി പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് കുതിരവണ്ടിയൊക്കെ ഉണ്ട്, നമ്മുടെ പഴയ കുതിരവണ്ടിയിലൊക്കെ കയറ്റിയിട്ടാണ് ആ കുതിരേനിട്ട് ഓടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ കയറ്റിയിട്ടാണ് മേളിലേക്ക് ഇവിടെ കൊണ്ടുപോകുന്നത്. മെക്സിക്കോ ആണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, എനിക്കും ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും പോണീനൊന്നും എടുത്തില്ല, നമ്മൾ നടന്നു ഉലാത്തി അങ്ങനെ വഴിയൊക്കെ കണ്ടു പോവാണ്. കളകളാരവം നമുക്ക് കേൾക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്തെത്താറായിട്ടുണ്ട്. നമ്മൾ നടന്ന് എവിടെയാണ് എൻ്റെ അറ്റൊന്ന് കണ്ടുപിടിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഞാനിപ്പോൾ സ്പീഡിൽ അങ്ങോട്ടിട്ട് ഓടിച്ച് കാണിക്കാം കേട്ടോ ബാക്കി. അപ്പോൾ അത് നമ്മൾ എത്തി മക്കൾ, ഓൾമോസ്റ്റ് എത്തി. ഈ കാണുന്ന വാട്ടർഫാൾ കാണാനായിട്ടാണ് നമ്മളും എല്ലാവരും ഈ വഴിയിലുള്ള എല്ലാവരും വന്നേക്കുന്നത്. ഇത് ഹോസ്റ്റേൽ പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത്, നമ്മളത് ഹോസ്റ്റേൽ തന്നെയാണ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ വാട്ടർഫാള്. സംഭവം കൊള്ളാം. നമ്മൾ നാട്ടിൽ വളരെ വാട്ടർഫാൾസിലൊക്കെ പോയിട്ടുണ്ട്, ഇടുക്കിയിൽ, അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് സംഭവം. പിന്നെ ഇവിടെ ഒരാൾ കമ്പി കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ, അവിടെ അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ ആയിട്ട് ഒരു വെച്ചേക്കണാണ്. സംഭവം കൊള്ളാം, മേലിൽ കൂടെ നടക്കാനൊക്കെ പറ്റും. നല്ല ഹൈറ്റില്ലേ ഇത് കണ്ടോ. മനുഷ്യന്റെ മുഖം പോലെ അപ്പം നമ്മുടെ കൊയോതി കബായയിൽ വരുന്ന ആൾക്കാർക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർഫാൾസ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ട്. പിന്നെ ഈ കുതിരപ്പുറത്ത് കയറി പോകണമെങ്കിൽ അങ്ങനത്തെ ഇതുണ്ട്, ആള് വരുന്നുണ്ടോ. ഇതുപോലെ നമുക്ക് റോപ്പിൽ വരാൻ പറ്റും. സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഇതാണ് ഇവിടുത്തെ സംഭവം. പിന്നെ പിക്നിക് സ്പോട്ടുകൾ, ഇപ്പോൾ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. നല്ല പനനീര് പോലത്തെ വെള്ളം അല്ലേ, ഭയങ്കര ഫ്രഷ് വാട്ടറാണ്. പിന്നെ ഇത് ഇവിടെ വരുന്ന മെക്സിക്കൻസ് അല്ലെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഒരു വൺ ഡേ പിക്നിക് സ്പോട്ടാണ്. സോ ഈ പ്രകൃതി രമണീയം ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനും പിക്നിക്കിനും ഫാമിലി ആയിട്ട് വന്ന് ചില്ല് ചെയ്യാനും പറ്റിയൊരു സ്ഥലം. പിന്നെ ഞങ്ങൾക്കൊക്കെ കോൾഡായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മേളിലേക്ക് പോയില്ല. ഇല്ലെങ്കിൽ ഇതേ മേളിൽ കൂടിയൊക്കെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അത്ര അധികം ആസ്വദിക്കാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. നമ്മൾ പനിയും വൈറസും ബാക്ടീരിയ ഒക്കെ വെച്ചിട്ടായിരുന്നു അന്നത്തെ ട്രാവൽ, അതായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഈ ഫോൾസിനില്ലേ ഒരു 82 feet ഹൈറ്റ് ഉണ്ട്. സംഭവം കാണാൻ അത് കാരണം കുതിരവാല് പോലെ തോന്നിയില്ലെങ്കിലും ഒരു ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മോൺട്രി വരുന്നവർക്ക് ഇത് കാണാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ നമ്മൾ പയ്യെ എൻഡ് ചെയ്യാണ്. എൻ്റെ ലാസ്റ്റ് ഞങ്ങളിത് ഒരു റീൽ എടുത്തായിരുന്നു, അതിൻ്റെ ഷോർട്സാണ്, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അഡിയോസ് അമീഗോസ്.